വിവാദങ്ങളിലൂടെ ശ്രദ്ധ നേടിയതാണ് പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമം. തുടക്കം മുതൽ തന്നെ കണ്ടതാണ് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് ഇങ്ങനെയൊരു അയ്യപ്പ സംഗമം, അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി ശബരിമലയിൽ എത്തുന്ന അയ്യപ്പന്മാരുടെ സൗകര്യങ്ങൾ കൂട്ടുന്നതിന് വേണ്ടി ഒരു അയ്യപ്പ സംഗമം നടത്തണമെന്നൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വിവാദമായിരുന്നു. കാരണം ശബരിമലയെ തകർക്കുവാൻ ശ്രമിക്കുന്നതാണ് സർക്കാർ, അതുകൊണ്ട് സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു പ്രതിബദ്ധതയില്ല, അത് സത്യസന്ധതയില്ല എന്നൊക്കെ അന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ അയ്യപ്പ സംഗമം അവസാനിക്കുമ്പോൾ സർക്കാരിന് അവകാശപ്പെടാം അന്ന് എതിർപ്പ് പ്രകടിപ്പിച്ചവർ പോലും ഇന്ന് സംഗമത്തിന്റെ ഭാഗമായി അതൊക്കെ ഇന്ന് തുടക്കം മുതൽ തന്നെ ഇന്ന് അയ്യപ്പ സംഗമം ഒരു ഉദ്ഘാടനത്തോടു കൂടിയാണ് തുടങ്ങിയത്. അതിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തത്. അതിൽ തന്നെ മുഖ്യമന്ത്രി വളരെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള വാക്കുകളായിരുന്നു അദ്ദേഹത്തിന്റേത്. കാരണം അയ്യപ്പന്മാർക്കൊപ്പമാണ്, മറിച്ച് കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക് ശബരിമലയുടെ പുരോഗതിയോ അല്ലെങ്കിൽ അയ്യപ്പന്മാരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിൽ ആഗ്രഹമില്ലാത്തവർ. അതായത് ഈ ഭഗവത്ഗീതയിലെ ശ്ലോകമൊക്കെ ചൊല്ലിക്കൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ ലക്ഷ്യം എന്താണെന്നും സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണെന്നും വരുത്തി തീർക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിരുന്നു എന്നത് വളരെ കൃത്യമായ കാര്യമാണ്. അത്തരത്തിലുള്ള പ്രസംഗം ദേവസ്വം ബോർഡ് പലതവണ ശരണം വിളിച്ചുകൊണ്ടാണ് ദേവസ്വം പ്രസിഡന്റ് പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വാഗത പ്രസംഗം നടത്തിയപ്പോഴും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ്. അപ്പോൾ അതായത് എങ്ങനെയെങ്കിലും ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നമുക്കറിയാം. പിണറായി വിജയനൊക്കെ ആരായിരുന്നു വിശ്വാസികളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്കറിയാം. ശബരിമല പ്രക്ഷോഭ കാലഘട്ടമൊക്കെ ഓർമ്മയുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശനമൊക്കെ വലിയ വിവാദമായ സംഭവമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി വിശ്വാസികൾക്കൊപ്പം എന്ന് ബോധ്യപ്പെടുത്താനുള്ള അശ്രാന്തമായ പരിശ്രമം ഇന്ന് ഈ ആഗോള അയ്യപ്പ സംഗമവേദിയിൽ ഉണ്ടാക്കിയ സമയത്ത് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം അതിൽ സംസാരിച്ച ആരും മുൻപ് 6 വർഷം മുൻപ് ശബരിമലയിൽ സംഭവിച്ച കാര്യങ്ങൾ, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംഭവിച്ച കാര്യങ്ങൾ, അത് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഓരോരുത്തരുടെയും പ്രസംഗം എടുത്തു നോക്കിയാൽ അറിയാം. ആരും ആ ഒരു വിഷയത്തിലേക്ക് കടന്നില്ല. ചിലപ്പോൾ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചപ്പോൾ വിവാദങ്ങളുടെ കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റരുത് എന്ന് പറഞ്ഞു. ഇപ്പോൾ പുന്നല ശ്രീകുമാർ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ വിവാദങ്ങളിലൂടെയാണ് ശബരിമല അയ്യപ്പ സംഗമത്തിന് ഇത്രയും പ്രാധാന്യം കൈവന്നത് എന്ന് പറഞ്ഞു. അതല്ലാതെ മറ്റാരും ആ ഒരു വിഷയത്തിലേക്ക് പോകുവാനോ അല്ലെങ്കിൽ അതൊന്ന് എന്തെങ്കിലും അത് പറഞ്ഞത് വഷളാക്കുക. അതായത് ഈ ബിജെപിയും സംഘപരിവാർ സംഘടനകളും കോൺഗ്രസും ഒക്കെ ഉയർത്തുന്ന പ്രധാന വിഷയങ്ങൾ ഈ അയ്യപ്പ സംഗമം നടത്തുന്ന സാഹചര്യത്തിൽ ഈ പഴയ കേസുകൾ പിൻവലിക്കുമോ അല്ലെങ്കിൽ ഈ സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ പ്രശ്നം പരിഹരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടിയോ അതൊരു പരാമർശമോ അയ്യപ്പ സംഗമവേദിയിൽ ഉണ്ടായില്ല. അല്ലെ, അത് മാത്രമല്ല ഈ അയ്യപ്പ സംഗമത്തിന് ശേഷം സർക്കാർ ന്യൂനപക്ഷ സംഗമം നടത്താൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള വലിയൊരു പ്രചാരണം ഉണ്ടായിരുന്നു. പക്ഷെ അത് ന്യൂനപക്ഷ സംഗമമല്ല. അതും സർക്കാരിനെ ഈ രീതിയിൽ വിവാദത്തിലാക്കുവാനും കുഴപ്പിക്കുവാനും വേണ്ടിയുള്ള പ്രചാരണങ്ങൾ എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. അതായത് ന്യൂനപക്ഷ വകുപ്പ് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. 33 സെമിനാറുകളുടെ കൂട്ടത്തിലൊരു സെമിനാറാണ്. ആ സെമിനാറിനെ ന്യൂനപക്ഷ സംഗമമായി മാത്രം വ്യാഖ്യാനിക്കുന്നുള്ള പരാതി മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പമാണ് ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വിശ്വാസികളോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള പ്രസംഗം മുഖ്യമന്ത്രി ഇരിക്കുന്നു. ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ അല്ലേ പിണറായി വിജയൻ ഭഗവത്ഗീതയുടെ ശ്ലോകമൊക്കെ എടുത്ത് ചൊല്ലി തത്വമസി എന്നതിനെയൊക്കെ വിശദീകരിച്ച് വളരെ കുറച്ചു ആളുകൾ മാത്രമേ സംസാരിച്ചുള്ളൂ. അവരെല്ലാവരും ഈ ശബരിമലയുടെ പുരോഗതി, ശബരിമലയുടെ വികസനം, അത് മാത്രമാണ് ലക്ഷ്യം എന്നതിൽ ഊന്നിയുള്ള സംസാരമായിരുന്നു. അതിനുശേഷം 3 സെഷനുകളായിട്ട് ചർച്ചകൾ നടന്നു. പക്ഷെ അതിലൊക്കെ ഈ ചർച്ചയിൽ മീഡിയയ്ക്ക് പ്രവേശനം ഉണ്ടായില്ല. പക്ഷെ ചർച്ചയിൽ പങ്കെടുത്ത് തിരികെ വന്ന അയ്യപ്പന്മാർ തന്നെ പറയുന്നു, അതിൽ പങ്കെടുത്ത യഥാർത്ഥ അയ്യപ്പ വിശ്വാസികൾ പറയുന്നത് പലതവണയായിട്ട് ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയാണ്. നേരത്തെ വന്ന കാര്യങ്ങളൊക്കെയാണ്. നേരത്തെ ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പോൾ ഞങ്ങളുടെ അടിസ്ഥാനമായ ആവശ്യങ്ങളിൽ ഇപ്പോൾ പമ്പയിലെയും സന്നിധാനത്തെയും ഒക്കെ സൗകര്യങ്ങൾ കൂട്ടണം, പിന്നെ സുഖദർശനം സാധ്യമാകണം, വന്ന് മടങ്ങേണ്ടി വരരുത്. അതായത് ആർക്കും ദർശനം കിട്ടാതെ മടങ്ങേണ്ടി വരരുത്. അത് മുൻപൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുണ്ടാകരുത് എന്നത് മാത്രമാണ്. അപ്പൊ അതിലൂന്നി സർക്കാർ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിന് കുറേയേറെ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നു എന്നല്ലാതെ ഒന്നും കാണുന്നില്ല എന്നുള്ള നേരത്തെ വിവിധ ഘട്ടങ്ങളിൽ ചർച്ചയ്ക്ക് വന്ന പലവിധങ്ങളായ പദ്ധതികൾ അതിനപ്പുറം പുതിയ എന്തെങ്കിലും ഒരു ആശയം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത് ഭക്തർക്ക് മുമ്പിൽ എത്തിക്കാനോ അത് പ്രാവർത്തികമാകുന്ന രീതിയിൽ ആലോചിക്കാനോ ഒന്നും ഈ ഉണ്ടായിട്ടില്ല. ഈ സെമിനാറുകളിലൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഒപ്പം ഈ പറഞ്ഞതുപോലെ ശബരിമല മാസ്റ്റർ പ്ലാൻ എന്നതിന്റെ ഏത് രീതിയിൽ അത് നടപ്പാക്കണം, അതിന്റെ ധനസമാഹരണം എങ്ങനെ, അന്ന കാര്യത്തിലൊക്കെ ഫലപ്രദമായ ഒരു ചർച്ചയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് പ്രതിനിധികൾ പറയുന്നത്. പക്ഷെ അങ്ങനെ ഡീപ്പായുള്ളൊരു ചർച്ചയും ഉണ്ടായില്ല. മാത്രമല്ല അവർ ചോദിക്കാൻ ഉദ്ദേശിച്ച കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് ചോദിക്കുവാനായിട്ട് കൃത്യമായിട്ട് അവസരം കിട്ടിയിട്ടില്ല എന്നും അയ്യപ്പന്മാർ അവർ പറഞ്ഞത് വേദിയിൽ തന്നെ ഇരുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരുന്നു. അവർക്ക് പ്രസംഗിക്കാൻ സമയം ലഭിച്ചില്ല. ഓരോ വിഷയമെടുത്ത് ചർച്ച ചെയ്യുമ്പോൾ വേദിയിൽ ഇരുന്നവർ തന്നെ സംസാരിച്ച് തീരുമ്പോഴേക്കും പിന്നെ സംശയങ്ങൾ ചോദിക്കാൻ പറ്റിയില്ല. അത് കേരളത്തിൽ നിന്ന് വന്ന അയ്യപ്പന്മാരെക്കാൾ കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്ര തെലങ്കാനയിൽ നിന്നും വന്ന അയ്യപ്പന്മാർക്കാണ്. അവരുടെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. കാരണം അവർ അത്രയും ദൂരത്ത് നിന്ന് വന്നവരാണ്.
പലതവണ മല ചവിട്ടിയിട്ടുള്ളവരാണ്. അപ്പോൾ ആ സമയത്ത് അവർ നേരിട്ടുള്ള പല വിഷയങ്ങളുമുണ്ട്. അത് ചില 20-25 വർഷങ്ങൾ സ്ഥിരമായിട്ട് മല ചവിട്ടിയ അയ്യപ്പന്മാർ പോലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കായിരുന്നു കൂടുതൽ വിഷയങ്ങൾ. പക്ഷെ അതിലേക്ക് അത്രമാത്രം കടക്കുവാനായിട്ടൊന്നും ഈ ചർച്ച കൊണ്ട് ഗുണകരമായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അയ്യപ്പന്മാർ അങ്ങനെ ഫീഡ്ബാക്ക് ആണ്. നമ്മൾ അങ്ങനെ സംസാരിച്ച ഇതിൽ സെമിനാറിൽ പങ്കെടുത്ത മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി അയ്യപ്പ ഭക്തന്മാരുമായി ചേർന്ന് അവരൊക്കെ ഈ വലിയ പ്രതീക്ഷയോട് വരുന്നൊരു സ്ഥലമാണല്ലോ. കാരണം അവർക്കും പ്രധാനമാണ്, എല്ലാ വർഷവും വന്നു പോകുന്നവരാണ്. ശബരിമല വികസിക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുക എന്നൊക്കെ ഉള്ളത് ഭക്തന്മാർക്കാണ് ഏറ്റവും ആവശ്യമായുള്ളത്. കാരണം എല്ലാ വർഷവും വന്നു പോകുന്നവരാണ്. പക്ഷെ അവരത്ര ഒരു ഫലപ്രദമായ ചർച്ച, ഈ ആഗോള അയ്യപ്പ സംഘം എന്നൊക്കെ പറയുമ്പോൾ സർക്കാർ ഭക്തന്മാരുടെ വേർഷൻ കൂടി കേട്ട് ശബരിമല വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷ ഫലപ്രദമായ കാര്യമെന്ന് പറയുന്നത് നേരത്തെ 5000-ഓളം ആളുകളൊക്കെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തു. അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുത്ത ഒരു 3200-ഓളം ആളുകൾ അവർ നേരത്തെ മല ചവിട്ടിയവരാണ്. അങ്ങനെ ഒരു പ്രയോറിറ്റി നിശ്ചയിച്ചുകൊണ്ടാണ് അവരെ തെരഞ്ഞെടുത്തത് എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ കാണാനായത് ഇതിനുള്ളിൽ പരമാവധി 1500 പേർ പ്രധാന വേദിയിൽ അയ്യപ്പന്മാർ എന്ന് പറയുന്നത്. പക്ഷെ ബാക്കി സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലെ ജീവനക്കാരായിരുന്നു. 1500 പേർ പരമാവധി ദേവസ്വം ബോർഡുകളിലെ ജീവനക്കാർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മാത്രമല്ല മറ്റ് ദേവസ്വം ബോർഡുകളിലെയും കൊച്ചിൻ ദേവസ്വം ബോർഡ്, വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളുണ്ടായിരുന്നു. സിപിഎമ്മിന്റെ അടക്കം ഡെലിഗേറ്റ്സ് എന്ന രീതിയിൽ തന്നെ, പ്രതിനിധികൾ എന്ന രീതിയിൽ തന്നെ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തവരാണ്. അപ്പോൾ യഥാർത്ഥ അയ്യപ്പ വിശ്വാസികൾ മാത്രമാണോ എന്ന് ചോദ്യം ഉന്നയിക്കുമ്പോൾ അത് സർക്കാരിന് പൂർണ്ണമായിട്ടും അത് അതെ എന്ന് പറയുവാൻ സാധിക്കുകയില്ല. കാരണം അത് രജിസ്ട്രേഷൻ ലിസ്റ്റ് എടുത്ത് വെച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റാവുന്ന കാര്യമാണ്. ഈ പറഞ്ഞതുപോലെ അല്ല അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ അതിൽ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഒന്നാണ്. അതിൽ എത്രമാത്രം അയ്യപ്പ ഭക്തരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുവാനും അതിനൊരു പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുവാൻ സർക്കാരിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആ രീതിയിൽ അത് വിജയമാണെന്ന് പറയുവാൻ കഴിയുകയില്ല. പിന്നെ സർക്കാർ ഈ പറഞ്ഞതുപോലെ ഈ എതിർപ്പ് വന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം അത് ആളുകളെ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ ഉണ്ടായിരുന്നു, പുന്നല ശ്രീകുമാർ KPMSന്റെ ഭാഗമായി ഉണ്ടായിരുന്നു, ഒപ്പം NSന്റെ ഭാഗമായി സംഗീത് കുമാർ ഉണ്ടായിരുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിവിധ സംഘടനകളുടെ പ്രതിനിധികളായി ഒരുപാട് ആളുകൾ പങ്കെടുത്തു എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചുള്ള വലിയ വിജയമാണ്. മാസ്റ്റർ പ്ലാനും അതുപോലെ തന്നെ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചാൽ പോലും അതിന്റെ പിന്നെയും ഒരുപാട് വൈഷമ്യങ്ങളുണ്ട്. അത് കോടതിയുടെ അനുമതി, കേന്ദ്രത്തിന്റെ അനുമതി ഇതൊക്കെയുണ്ട്. അതോടൊപ്പം തന്നെ കുറേയേറെ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട് എന്നാണ് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവയ്ക്ക് വേണ്ടിയുള്ള പണം സമാഹരിക്കുന്ന അടുത്ത ലക്ഷ്യമുണ്ട്, അതിലേക്ക് കടക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ ഗുണകരമാകുമെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷേ നേരത്തെ കേട്ട് പല കാര്യങ്ങളും തന്നെയാണ് ഉടൻ തന്നെ അയ്യപ്പന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നൊക്കെ. പക്ഷേ ആ പരിഹാര നിർദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ, വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ, നടപ്പിലായിട്ടില്ല. ഇതൊക്കെയാണ് അയ്യപ്പ സംഗമത്തിലും കണ്ടത്. ഇത്തരം കാര്യങ്ങൾ വന്നു, ചർച്ച ചെയ്തു, അത് പരിഹരിക്കാമെന്ന് പറഞ്ഞു, പുതിയ പദ്ധതി രൂപരേഖ വന്നു, വിമാനത്താവളത്തിന്റെ കാര്യം വന്നു, റെയിൽപാതയുടെ കാര്യം വന്നു എന്നൊക്കെ അല്ലാതെ അയ്യപ്പന്മാർക്ക് പൂർണ്ണമായും വിശ്വാസം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഒരു ഏകദേശ രൂപം. അതെ, നമുക്ക് ഇനി ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കണം. ഇന്ന് ഒരുപാട് പ്രതികരണങ്ങളുണ്ടായി. മുഖ്യമന്ത്രി അടക്കം വേദിയിൽ സംസാരിച്ചു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സംസാരിച്ചു, നിരവധി പ്രതികരണങ്ങളുണ്ടായി. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കെടുത്ത ആളുകളോട് സംസാരിച്ചു. അപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാം. തീർച്ചയായും.